PSC ഗ്രൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു LDC പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആൻസർ ചെയ്ത് നോക്കാനായിട്ടുള്ള ഒരു വെപ്രാളത്തിലിരിക്കുമായിരിക്കും. ഇനി പരീക്ഷ നടക്കാൻ പോകുന്നു, മറ്റുള്ള ജില്ലക്കാരൊക്കെ എങ്ങനെയായിരിക്കും രണ്ടാമത്തെ സ്റ്റേജിലെ LDC എന്നറിയാൻ ഭയങ്കര ആകാംക്ഷയോടെ ഇരിക്കുമായിരിക്കില്ലേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്ത് പോകാം. 109/2024 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് വേഗം അങ്ങ് ഡിസ്കസ് ചെയ്ത് പോകാം കേട്ടോ. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ A കോഡാണ് നമ്മൾ നമ്മുടെ ഡിസ്കഷന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ചോദ്യം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് ഇതിൻ്റെയൊക്കെ റിലേറ്റഡ് ഫാക്റ്റുകൾ, അതായത് ഈ ചോദ്യങ്ങളൊക്കെ PSC എവിടെ നിന്നാണ് ഇട്ടേക്കുന്നതുകൊണ്ട് റിലേറ്റഡ് ചോദ്യങ്ങൾ, ഫാക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ചോദ്യം. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യമേത്? ഏതാണ് ആ രാജ്യം? ഇറാനാണല്ലേ. ഓപ്ഷൻ എ ഇറാനാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണ് തിരിച്ചറിയുക? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. സർദാർ വല്ലഭായ് പട്ടേൽ നെഹ്റുവിനോടൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജന നിർണായക പങ്കുവഹിച്ചു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ആരാണ് ആ വ്യക്തി? ഓപ്ഷൻ ഡി VP മേനോനാണ്. ആരാണ്? VP മേനോനാണ്. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണ്? ഏതാണ് നാറ്റോയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്? ബ്രസൽസ്. ഓപ്ഷൻ ബി ബ്രസൽസ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായി തിരഞ്ഞെടുക്കുക. സമത്വ സമാജം അയ്യങ്കാളി, ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, സഹോദര പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു, യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്ന്, ശരിയായവ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ സമത്വ സമാജം അയ്യങ്കാളിയാണോ? അല്ല. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദനാണോ? അതെ. സഹോദര പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു ആണോ? അല്ല. യോഗക്ഷേമ VT ഭട്ടതിരിപ്പാടാണോ? അതെ. അപ്പോൾ ഏതൊക്കെയാണ് ശരി? 2ഉം അതുപോലെ തന്നെ 4ഉമാണ് ശരി. 2ഉം 4 ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാൻ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ്. ബംഗാളിനെയും പഞ്ചാബിനെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്ന ഒരു അതിർത്തി നിർണ്ണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. പഞ്ചാബും ബംഗാളും 2ആയി വിഭജിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷം പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. അപ്പോൾ ഇതേതാണ് മൗണ്ടൻ പാറ്റേൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് കണ്ടെത്തുന്നത്. ഉൾപ്പെടാത്തതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഏതാണ്? 5 ഓപ്ഷൻ എ ആണ് കേട്ടോ. 1 മാത്രമാണ് ഉൾപ്പെടാത്തതായിട്ട് വരുന്നത്. ബാക്കി 2ഉം 3ഉം 4ഉം എന്താണ്? ഉൾപ്പെടുന്ന പ്രസ്താവനകളാണ്. ഫ്രഞ്ച് വിപ്ലവം ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടത് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഞാനാണ് രാഷ്ട്രം ലൂയി 11. എനിക്ക് ശേഷം പ്രളയം ലൂയി 15. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ? കേക്ക് കഴിച്ചൂടെ? റൈനെറ്റ്. അപ്പോൾ ആരാണ് ഇന്നത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? 6 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. എന്താണ്? 2ഉം 3ഉം പ്രസ്താവന എന്താണ്? ശരിയാണ്. ഇനി പെൻസുലർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണത്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായിട്ട് വരുന്നത് ഓപ്ഷൻ 7ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഗോദാവരിയാണ്. ഏതാണ്? ഗോദാവരിയാണ് കേട്ടോ. അടുത്ത ചോദ്യം. പ്രൈം മെറീഡിയൻ ഏത് നഗരത്തിലൂടെ കടന്നു പോകുന്നതാണ്? പ്രൈം മെറീഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? 8 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ഗ്രീൻവിച്ച് ആണ്. ഏതാണ്? ഗ്രീൻവിച്ച് ആണ്. ഉത്തരായൻ രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏത്? ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ഒഡീഷയാണ്. ഏതാണ്? ഓപ്ഷൻ ബി ഒഡീഷയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. എൽനിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? 10 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി തെക്കേ അമേരിക്കയാണ്. ഏതാണ്? ഓപ്ഷൻ സി തെക്കേ അമേരിക്കയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേരെന്ത്? വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ ബി ലൂ ആണ്. കേരളത്തെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? 12 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ തൃശ്ശൂരാണ്. ഏതാണ്? തൃശ്ശൂരാണ്. അടുത്ത ചോദ്യം. 1991 ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെൻറ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ് ആ നടപടി? ഓപ്ഷൻ സി വിദേശ കറൻസികൾക്കെതിരുള്ള രൂപയുടെ മൂല്യച്യുതിയാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. ഹരിത വിപ്ലവ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത്? ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതെന്ന് ചോദിച്ചേക്കുന്നത്. ഏതാണ് ശരിയല്ലാത്തതായിട്ട് വരുന്നത്? ഉൽപ്പാദനത്തിനും ഉൽപ്പാദനക്ഷമയിലുമുള്ള വർധനവ്, വരുമാന വർധനവ്, ഗ്രാമീണ അസമത്വം, തൊഴിൽ വർധനവ്. ഏതാണ് ശരിയല്ലാത്തതായിട്ട് വരുന്നത്?
ഏതാണ്? ഗ്രാമീണ അസമത്വമാണ് അല്ലേ. ഓപ്ഷൻ സി ഗ്രാമീണ അസമത്വമാണ് റൈറ്റ് ആൻസർ ആയിട്ട്. സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകുന്ന രംഗത്ത് ഇന്ത്യ മുൻപന്തിയിൽ എത്താൻ സഹായിച്ച വസ്തുതകൾ ഏവ എന്നാണ് ചോദിച്ചേക്കുന്നത്. 15 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉമാണ്. ഓപ്ഷൻ സി 1ഉം 2ഉം, അതായത് വൈവിധ്യമേറിയ ഭക്ഷ്യവിഭവങ്ങൾ, കുറഞ്ഞ വേതന നിരക്ക്. ഇതാണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, ഇന്ത്യ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്ത എന്ന് ചോദിച്ചേക്കുന്നത് സാമ്പത്തിക വികസനത്തിൻ്റെ അടിത്തറ, ദേശീയ വരുമാനത്തിൻ്റെ പ്രധാന പങ്ക്, വ്യവസായവൽക്കരണത്തിൻ്റെ അടിത്തറ, എന്താണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മയുടെ മൂലകാരണം. ഏതാണ് റൈറ്റ് ആൻസർ? ഇത് ശരിയല്ലാത്തത് ഏതായിട്ടാണ് വരുന്നത്? ഓപ്ഷൻ ബി ദേശീയ വരുമാനത്തിൻ്റെ പ്രധാന പങ്ക്. ദേശീയ വരുമാനത്തിൻ്റെ പ്രധാന പങ്കാണ് ശരിയല്ലാത്തതായിട്ട് വരുന്നത്. അടുത്തത്, ഇന്ത്യ ഗവൺമെൻറ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത ഏതാണ്? ഗ്രാമപ്രദേശങ്ങളിൽ സ്വയം സഹായ സംഘങ്ങൾ വളർത്തുക, യുവസംരംഭകർക്ക് സാമ്പത്തികമായി സാങ്കേതികമായ സഹായം നൽകുക, ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കൗമാരപ്രായത്തിലെ പെൺകുട്ടികളുടെ ഉന്നമനം, പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യമായ വിദ്യാഭ്യാസം നൽകുക. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് വിഭാവനം ചെയ്യുന്ന എന്താണ് സ്വയം പദ്ധതിയുടെ സവിശേഷത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായി വിദ്യാഭ്യാസം നൽകുക എന്ന ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഏത്? ചെയർപേഴ്സൺ സ്ഥാനം അലങ്കരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക സഹായം നൽകുന്നു, വിദഗ്ധ ഉപദേശ സമിതിയായി പ്രവർത്തിക്കുന്നു, കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ സാമ്പത്തിക സഹായം അനുവദിക്കുന്നു. ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിച്ചേക്കുന്നത്. ഏതാണ് ഇതിനകത്ത് ഉൾപ്പെടാത്തതായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലേ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു എന്താണ് ഇതിൽ ഉൾപ്പെടാത്തതായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? ചെറുകിട സംരംഭ വ്യവസ്ഥകളുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക, ദരിദ്ര കർഷകർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ കാർഷിക വായ്പ അനുവദിക്കുക, വൃദ്ധർക്കും നിരാലംബർക്കും സാമ്പത്തിക സഹായം അനുവദിക്കുക, നൈപുണ്യ വികസന തൊഴിൽ പരിശീലനത്തിനുമായി സന്നദ്ധ സംഘടനക്ക് സാമ്പത്തിക സഹായം നൽകുക. ഇതിനകത്ത് ഏതാണ് പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതി ലക്ഷ്യമിടാത്തത്? എന്താണ് ഇതിലേതാണ് ലക്ഷ്യമിടുന്നത്? ഇതിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ചെറുകിട സംരംഭകരെ സാമ്പത്തിക വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നാണ് പ്രധാനമന്ത്രി മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമ സേവനം നൽകുന്നത് ആർക്കൊക്കെയാണ് നൽകുന്നത്? സ്ത്രീകൾക്കും കുട്ടികൾക്കും, വ്യവസായശാലകളിലെ തൊഴിലാളികൾ, ഭിന്നശേഷിക്കാർ. ആർക്കൊക്കെയാണ് നൽകുന്നത്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ റൈറ്റ് ആൻസർ. അതായത് മുകളിൽ പറഞ്ഞവർക്കെല്ലാം സഹായം നൽകുന്നുണ്ട്. അടുത്ത ചോദ്യം, മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് ഇതിനകത്ത് ശരിയായ പ്രസ്താവനയായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. എന്താണ്? 1ഉം 3ഉമാണ് ശരി. 1ഉം ശരിയാണ്, അതുപോലെ തന്നെ 3ഉം ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? സഭയിൽ പ്രധാനമായും 9 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിൻ്റെ ചെയർമാൻമാരായിരുന്നു. അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാൻ തരത്തിലായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഭരണഘടനാ നിർമ്മാണ സഭയും ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനയായിട്ട് വരുന്നത്? ഇതിൽ ശരിയായ പ്രസ്താവനയായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ് കേട്ടോ. 2ഉം 3ഉമാണ് ശരി. രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനയാണ് ശരിയായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരിയായത് ഏത്? നിർദ്ദേശക തത്വങ്ങൾ, മൗലിക അവകാശങ്ങൾ, നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ. ഏതാണ് ഇതിനകത്ത് ശരിയായിട്ട് വരുന്നത്? കടമെടുത്തിരിക്കുന്നവ ഏതെല്ലാമാണ്? ഇതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയുമാണ് ശരി. നിർദ്ദേശത്വങ്ങൾ അമേരിക്കൻ നല്ല കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ 2ഉം 3ഉമാണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏവ? ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏവ എന്ന് ചോദിച്ചിരിക്കുന്നത് അർദ്ധ ഫെഡറൽ സമ്പ്രദായം, കേവല ഭൂരിപക്ഷ സമ്പ്രദായം, നിയമനിർമ്മാണ പ്രക്രിയ. ഏതൊക്കെയാണ്? ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. അതായത് 2ഉം 3ഉമാണ്. 2ഉം 3ഉമാണ് റൈറ്റ് ആൻസർ ആയിട്ട്
വരിക. അടുത്ത ചോദ്യം, ഭരണഘടനയിലെ 19-ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനയിലെ 19-ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചേക്കുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം, സംഘടന രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം. ഏതാണ് ശരിയായിട്ടുള്ളവ? ഇതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. 1 അതുപോലെ തന്നെ 3 ശരിയായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതെല്ലാമാണ്? കമ്മീഷനിൽ 5 അംഗങ്ങളാണുള്ളത്. സുപ്രീം കോടതിയിൽ മുൻ ജഡ്ജി ഒരു അംഗമാണ്, ഹൈക്കോടതി മുൻ ജഡ്ജി മറ്റൊരു അംഗമാണ്. അതുകൊണ്ട് തന്നെ 3 പ്രസ്താവനയും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. അടുത്ത ചോദ്യം, കേവല ഭൂരിപക്ഷ സമ്പ്രദായം ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഒരു സമ്പ്രദായത്തിൽ പാർട്ടിക്ക് പാർലമെന്റ് കൂടുതൽ സീറ്റുകൾ എന്നാൽ കുറച്ച് വോട്ടുകൾ ലഭിക്കും. ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കും. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടൻ, ഇന്ത്യയുമാണ്. അപ്പം പിന്നെ അത് ഏതാണ് ശരിയായിട്ട് വരുന്നത്? ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. 1 അതുപോലെ തന്നെ 3 പ്രസ്താവനയാണ് ശരിയായിട്ട് വരുന്നത്. അടുത്തത്, തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് മറ്റ് അംഗങ്ങൾക്ക് തുല്യ അധികാരമാണുള്ളത്. അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. ഇതിനകത്ത് ഏതൊക്കെയാണ് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്ന് ചോദിച്ചിരിക്കുന്നത്? ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനയായിട്ട് വരുന്നത്? 3 പ്രസ്താവനയും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. 1ാമത്തെ പ്രസ്താവനയും 2ാമത്തെ പ്രസ്താവനയും 3ാമത്തെ പ്രസ്താവനയും ശരി തന്നെയാണ്. അടുത്ത ചോദ്യം, ഉപരാഷ്ട്രപതിയും ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉപരാഷ്ട്രപതി 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന പോലെ തന്നെയാണ് ഉപരാഷ്ട്രപതിയെയും തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് താഴെ പറഞ്ഞത് ശരിയായ പ്രസ്താവന ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനയായിട്ട് വരുന്നത്? ഇതിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 1 അതുപോലെ തന്നെ 2 പ്രസ്താവന. 1, 2 പ്രസ്താവനയാണ് ഇതിൽ ശരിയായിട്ട് വരിക. ഭരണഘടനയിൽ 73ാമത് ഭേദഗതിയും ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 12ാം ജുഡീഷ്യൽ 73ാം ഭേദഗതി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു. ഏതാണ് ഇതിനകത്ത് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഇതിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്. 1 അതുപോലെ തന്നെ 3 പ്രസ്താവനയാണ് ശരിയായിട്ട് വരുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടതാണ്. ധനകാര്യ മന്ത്രാലയത്തിൽ റവന്യൂ വകുപ്പ് ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത്. ഇതിനകത്ത് ഏതാണ് ശരിയായ പ്രസ്താവന എന്ന് ചോദിച്ചിരിക്കുന്നത്? ഏതൊക്കെയാണത്? ഇതിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. അതായത് 3 പ്രസ്താവനയും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? മുഖ്യമന്ത്രിയെ നിയമിക്കുന്ന സംസ്ഥാന ഗവർണറാണ്. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്തമുണ്ട്. ഇതിനകത്ത് ഏതാണ് 32 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഇതിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 1ഉം 2ഉമാണ് ശരി. 1ഉം 2ഉമാണ് ഇതിനകത്ത് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. ഭരണഘടനാ കാര്യങ്ങൾ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു. സംസ്ഥാന ഭരണനിർവഹണ വിഭാഗത്തിൽ തലവൻ ഗവർണറാണ്. ഇന്നത് ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്നത്? ഇതിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് കേട്ടോ. 3 പ്രസ്താവനയും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. അടുത്തത്, താഴെ പറയുന്ന മനുഷ്യദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തതേത്? ഭക്ഷണത്തെ ചെറിയ തന്മാത്രകളാക്കി മാറ്റുക, പോഷകങ്ങൾ രക്തചാംകരണത്തിന് ആഗിരണം ചെയ്യുക, ശരീരതാപനം നിയന്ത്രിക്കുക, ശരീരത്തിന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. ഇത് താഴെ പറഞ്ഞതാണ് മനുഷ്യദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് അല്ലാത്തതായിട്ട് വരുന്നത്? ഓപ്ഷൻ സി, ശരീര താപനില നിയന്ത്രിക്കുക എന്നാണ് അല്ലാത്തതായിട്ട് വരിക. താഴെ പറയുന്നവയിൽ കാൽസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമേത്? കാൽസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് താഴെ പറയുന്നവയിൽ? ഓപ്ഷൻ എ, ഓസ്റ്റിയോപോറോസിസ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്? ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ഏതാണ്? മഴക്കാടുകളാണ് അല്ലേ. ഓപ്ഷൻ ബി, മഴക്കാടുകളാണ് റൈറ്റ് ആൻസർ. ഏതുതരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? ഏതുതരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പായി കണക്കാക്കപ്പെടുന്നത്? ഏതാണ്? അപൂരിത കൊഴുപ്പാണ്. ഓപ്ഷൻ സി, അപൂരിത കൊഴുപ്പാണ് റൈറ്റ് ആൻസർ. ജനിതക എഡിറ്റിംഗ് സാങ്കേതികമായ ഏത് മേഖല വലിയ പ്രതീക്ഷ നൽകുന്നത്? അടുത്ത ചോദ്യം, ജനിതക എഡിറ്റിംഗ് സാങ്കേതികമായ CRISPR-Cas9 ഏത് മേഖലയിലെ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്? ഏത് മേഖല വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്?
അപ്പോൾ 38 റൈറ്റ് ആൻസർ ഏതാണ്? ക്യാൻസർ ചികിത്സയാണ്. ഏതാണ്? ക്യാൻസർ ചികിത്സയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി എന്ന് പറയുന്നത് അയോർട്ടയാണ് കേട്ടോ. അയോർട്ടയാണ് റൈറ്റ് ആൻസർ. ഡെങ്കിപ്പനി പരത്തുന്ന ഏതരം കൊതുകുകളാണ്? ഏതരം കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്? അനോഫിലസ് എന്ന് പറയുന്ന ഓപ്ഷൻ എ അനോഫിലസ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി? WHO ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏതാണ്? ഓപ്ഷൻ സി സ്വിറ്റ്സർലൻഡ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ജിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവന ശരിയായവ. ധ്രുവങ്ങളിൽ ജിയുടെ പരമാവധി മൂല്യമുണ്ട്, ധ്രുവപ്രദേശത്ത് ജിയുടെ പരമാവധി മൂല്യമുണ്ട്, ഭൂകേന്ദ്രങ്ങളിൽ ജിയുടെ വില 0 ആയിരിക്കും. ഏതാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 1 അതുപോലെ തന്നെ 3 പ്രസ്താവനയാണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്. H ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോൾ അതിൻ്റെ സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയായിരിക്കും ഇവിടെ അനുപാതമായിട്ട് വരുന്നത്? ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഇവിടെ ഓപ്ഷൻ എ 2:1 എന്ന അനുപാതത്തിലായിരിക്കും ഉണ്ടാകുക. താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെ ശബ്ദതരങ്ങളുടെ പ്രവേഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ എങ്ങനെ വരും? ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണല്ലേ. അതായത് 2 വായു, അത് കഴിഞ്ഞ് ശുദ്ധജലം, ലാസ്റ്റ് സമുദ്രജലം എന്ന രീതിയിലായിരിക്കും ആരോഹണ ക്രമത്തിലാകുമ്പോൾ വരിക. ഇന്ത്യയുടെ സൗമ മിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നും അകലം ഭൂമിയിൽ സൂര്യൻ തമ്മിലുള്ള അകലത്തിൻ്റെ എത്ര ശതമാനമാണ്? എത്ര ശതമാനമാണ്? ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി 1% കേട്ടോ. താഴെ പറയുന്നവയിൽ ഇന്ത്യ സൗരോർജ്ജ വികസനത്തിനുള്ള സ്ഥാപനം പദ്ധതി അല്ലാത്തത് ഏത്? ഏതാണ് അല്ലാത്തതായിട്ട് വരുന്നത്? ഇതിൽ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി 2 ആണ് കേട്ടോ. 2 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ പറയുന്നവ ഏത് സംയുക്തത്തിന് നിർമ്മാണത്തിന് സ്പോഞ്ചി അയൺ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത്? ഏതിൻ്റെയാണ്? ഏതാണ്? ഓപ്ഷൻ സി അമോണിയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ എന്ന് പറയുന്ന ഏത് ലോഹത്തിൻ്റെ അയിരായിട്ടാണ് കലാമിൻ വരുന്നത്? ഏതിൻ്റെ അയിരാണ് കലാമിൻ? ഓപ്ഷൻ ഡി സിങ്കിൻ്റെ അയിരാണല്ലേ കലാമിൻ. താഴെ പറയുന്ന തെറ്റായ പ്രസ്താവന ഏത്? ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിനാണ്. ആറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നീ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ. ഡ്രൈസെൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകമാണ് സിങ്ക്. താഴെ പറയുന്ന തെറ്റായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏതാണ് തെറ്റായ പ്രസ്താവനയായിട്ട് വരിക? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് തെറ്റായിട്ട് വരിക. ആറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നീ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ. ഇതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇന്ത്യയിൽ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ചത് എവിടെയാണ്? സ്ഥലം എവിടെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എവിടെയാണ് വരുന്നത്? എവിടെയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ബി ബംഗളൂരു ആണ് കേട്ടോ. ബംഗളൂരു ആണ് റൈറ്റ് ആൻസർ. താഴെ പറയുന്ന ഏതാണ് ചന്ദ്രയാൻ 3 മിഷൻ റോവർ? ചന്ദ്രയാൻ 3യുടെ മിഷൻ റോവർ ആയതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? പ്രഗ്യാനാണല്ലേ. ഓപ്ഷൻ ഡി പ്രഗ്യാനാണ് റൈറ്റ് ആൻസർ. കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം ഏത്? കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം ഏതാണ്? കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യം എന്ന് പറയുന്നത് മിഴാവാണ്. മിഴാവ്. 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിൻ്റെ കർത്താവ് ആരാണത്? രാമവർമ്മ അപ്പൻ തമ്പുരാനാണല്ലേ. രാമവർമ്മ അപ്പൻ തമ്പുരാൻ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട? കഥകളിയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. കഥകളി. മഹാകവി പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആരാണ്? ആറ്റൂർ രവിവർമ്മയാണ്. ആരാണ്? ആറ്റൂർ രവിവർമ്മ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം? കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം 1973. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിൽ ആതിഥേയത്വം വഹിച്ച ഏതു രാജ്യത്താണ്? ഏതു രാജ്യത്താണ്? ഇന്തോനേഷ്യയാണ്. ഏതാണ്? ഇന്തോനേഷ്യയാണ്. മലയാള വിഭാഗത്തിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ലഭിച്ചത്? ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് പ്രിയ AS ആണ്. പ്രിയ AS. ഓപ്ഷൻ സി ആണ് കേട്ടോ. സെൻസിറ്റീവായ ബാങ്ക് ഓൺലൈൻ പേയ്മെൻറ്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി സ്ഥാപനം വിശ്വസനീയവും ആകർഷണീയ രീതി നിങ്ങൾക്ക് മെയിൽ അയക്കുന്ന ഡാഷ് ആണ്. എന്താണത്? അതൊരു ഫിഷിംഗ് ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി ആണ്. പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏത് നെറ്റ്വർക്കുകളുടെയും പാക്കറ്റുകളാണ് ഫോർവേഡ് ചെയ്യുന്നത്? ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? ഇത് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി റൂട്ടർ ആണ് കേട്ടോ. ഡാഷ് എന്ന നിശ്ചിത ഏതാണ്?
ഓപ്ഷൻ ഡി റൂട്ടർ ആണ് റൈറ്റ് ആൻസർ. ഡാഷ് എന്ന ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഏതാണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഡാം എന്നൊരു ഡാഷ് ആണ്. എന്താണത്? അതൊരു മാൽവെയർ ആണ്. ഏതാണ്? മാൽവെയർ ആണ്. യഥാർത്ഥ ലോകത്തെ വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേര് ഏതാണ്? ഏതാണ് ആ പേര്? ഏതാണ്? ഇപ്പം എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പു നൽകുന്നില്ല? ഏതാണ് ഉറപ്പ് നൽകാൻ? ഏതാണ്? ചൂഷണത്തിനുള്ള അവകാശമാണ്. ഏതാണ്? ചൂഷണത്തിനുള്ള അവകാശം. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്, ദേശീയ കമ്മീഷൻ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിൽ 19ാം വകുപ്പാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഗാർഹിക പീഡനത്തിനുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും? ഓപ്ഷൻ എ മജിസ്ട്രേറ്റ് ആണ്. ഓപ്ഷൻ എ മജിസ്ട്രേറ്റ് ആണ് റൈറ്റ് ആൻസർ. 2005 വിവരാവകാശ നിയമത്തിൻ്റെ 2ാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു. ഏതാണ് ഇത് പറയുന്ന അവകാശം ഉൾപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. രേഖകളുടെയും ചാർജുകൾ, എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കാനാണ്. അടുത്തത് 2012 കുട്ടിയുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം. ഏതാണ് ആ പരിധി? റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. 30 ദിവസമാണ്. ഏതാണ്? 30 ദിവസമാണ്. പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ്? 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും. ആരാണ്? 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയുമാണ് ഇത് പരിഗണിക്കുന്നത്. ദേശീയ വനിതാ കമ്മീഷൻ 2024 അധ്യക്ഷൻ ആരാണ്? ദേശീയ വനിതാ കമ്മീഷൻ 2024 അധ്യക്ഷൻ ആരാണ്? രേഖാ ശർമ്മയാണ്. ആരാണ്? രേഖാ ശർമ്മ. ഒരു ബഹുഭുജത്തിൻ്റെ പുറം കോണുകൾ തുക അതിൻ്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണെങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. എത്ര വശങ്ങളുണ്ട്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, 12 വശമുള്ളൊരു ബഹുഭുജത്തിൻ്റെ ആകെ കോണുകളുടെ തുക. 12 വശമുള്ള ബഹുഭുജത്തിൻ്റെ ആകെ കോണുകളുടെ തുക. ഓപ്ഷൻ സി 1800 ആണ് കേട്ടോ. 1800 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, 2, 5, 8 എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിൻ്റെ വർഗ്ഗമാണ് 2500? എത്രാമത്തെ പദത്തിൻ്റെ വർഗ്ഗമാണ്? ഡി ആണ് കേട്ടോ. 17 ആണ്. 17. 8% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 25,000 രൂപ നിക്ഷേപിച്ചാൽ 2 വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന കൂട്ടുപലിശ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എത്രയാണ്? ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി 4160 രൂപയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, 75ാമത്തെ ചോദ്യം റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. അടുത്തത് 76 റൈറ്റ് ആൻസർ ഏതാണ്? ഇനി നമ്മൾ ജസ്റ്റ് മാത്സ് ആയതുകൊണ്ട് ജസ്റ്റ് ആൻസർ മാത്രം ഒന്ന് പറഞ്ഞു പോവാം കേട്ടോ. ഓപ്ഷൻ സി 440. ഓപ്ഷൻ സി 76 440 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം 77. ഓപ്ഷൻ ബി 144 ആണ്. ഓപ്ഷൻ എ 77, ഓപ്ഷൻ ബി 144 ആണ് റൈറ്റ് ആൻസർ. 78 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 80 ആണ് കേട്ടോ. 78 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി 80 ആണ്. അടുത്ത ചോദ്യം 79 റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 12 ആണ്. ഓപ്ഷൻ ഡി 12 ആണ്. അടുത്ത ചോദ്യം 80ാമത്തെ ചോദ്യം റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി 50 ഡിഗ്രി ആണ് കേട്ടോ. 50 ഡിഗ്രിയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 81 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 82 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 83 റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 84 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 85 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 86 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് 86 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 87 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ്. 88 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 89 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 90 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് 90 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി മലയാളമാണ്. 91 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 92 റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. ഇനി
തൊണ്ണൂറ്റി നാല് റൈറ്റ് ആൻസറായിട്ട് വരിക ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് 94 റൈറ്റ് ആൻസർ. 95 റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 96 റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. 97 റൈറ്റ് ആൻസറായിട്ട് വരിക ഓപ്ഷൻ ഡി ആണ്. 98 റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 99 റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 100 റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെ നമുക്ക് കിട്ടിയേക്കുന്ന ഉത്തരങ്ങൾ. ചിലപ്പോൾ ചില ചോദ്യങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇതൊരു 95% ഇത്രയും കറക്റ്റ് ആയിരിക്കാനാണ് സാധ്യത കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിലേറ്റഡ് ഫാക്ട് വീഡിയോ ഉടനെ തന്നെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോസും കൂടി കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മറക്കണ്ട, ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.